പിന്നീട് ഓരോ ക്ലാസ്സുകൾ കടന്നു പോകും തോറും ചേട്ടന് കൂടുതൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് നെഗറ്റീവായ അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകുമെങ്കിലും പക്ഷെ ചേട്ടായിനെ ചേർത്ത് പിടിക്കുന്ന നല്ല ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ചേട്ടനുണ്ടായി. ഈ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ചേർത്ത് പിടിച്ചാണ് പഠനകാലം കടന്നത്. അങ്ങനെ കടന്ന് ഞാൻ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചേട്ടന്റെ ലൈഫില് ഒരുപാട്, ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ, നമ്മള് ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ്, നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങളുടെ ജീവിതത്തില് ചെറിയ പ്രായത്തിൽ തന്നെ, ഞാനിപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾ അടുത്തിരുന്നത് കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കുഞ്ഞുങ്ങള് കടന്നു പോകുന്ന വഴികളില് സുഗമമായ ഒരു പാത ഒരു കാരണവശാലും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കരുത്. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്? പരാജയം സംഭവിക്കുന്നു. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചു പോകാനായിട്ട്, എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കടന്നു പോകുന്ന വഴികൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ചേട്ടായി ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഓരോ കാര്യങ്ങളും അധ്വാനിച്ച് നേടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ചേട്ടൻ കണ്ടെത്തിയ ഒരു ആയുധം ഉണ്ട്. അതായത് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്നൊരു കാര്യം സ്നേഹമാണ്. നിങ്ങളുടെ കൂട്ടുകാര്, ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടാകാം അല്ലെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും അടുത്തൊരു സൗഹൃദം ഉണ്ടാകാം. പക്ഷെ ആ സൗഹൃദത്തിനപ്പുറം ആ ക്ലാസ്സിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെ ഓരോ നിങ്ങൾക്കിപ്പോ ഇത് കേൾക്കുന്ന ഓരോ കുട്ടികളും, എനിക്ക് എല്ലാവരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരെയും സൗഹൃദത്തിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ അവരുമായിട്ട് ഇടപഴകണം. ഇന്ന് കൂടുതലായിട്ട് എന്താ സംഭവിക്കുന്നത്? ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും പരിചയമില്ലാത്തൊരവസ്ഥ പലരിലും അത്തരത്തിലുണ്ട്. കാരണം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഫ്രണ്ടിനോട് മാത്രമേ എനിക്ക് കൂടുതലായി അടുക്കാൻ കഴിയൂ. അങ്ങനെയല്ല, നിങ്ങൾ കടന്നു പോകുന്ന വഴികളില് എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാവണം. ചേട്ടായി ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? കാരണം ചേട്ടൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാർ പോലും ചേട്ടനെ പരിചയമുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈകല്യം, പൊക്കക്കുറവ് ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രദ്ധ വന്നതെങ്കിലും ചേട്ടൻ എല്ലാവരുമായിട്ടും ആ സൗഹൃദവും സ്നേഹവും കൊച്ചു പ്രായം തൊട്ട് തന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ചേട്ടനെ ഈ പൊക്കക്കുറവിന്റെ പേരിലൊക്കെ വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കളിയാക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചേട്ടൻ ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ആര് കളിയാക്കിയാലും അവരുടെ അടുത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലുക. എന്നിട്ട് ആ ചേട്ടനാണേലും ചേച്ചിയാണേലും അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരാണേലും അവരോട് സ്നേഹമായിട്ട് ചോദിക്കുക, ചേട്ടൻ എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? അല്ലെങ്കിൽ ചേട്ടൻ എന്നിൽ കാണുന്ന കുറവ് എന്താണ്? ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതിനാണോ എന്നെ ചേട്ടൻ കളിയാക്കുന്നത്? ഞാനൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ മാർക്കൊക്കെ മറികടന്ന് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ കഴിയും എന്നൊക്കെ അവരോടൊരു സൗഹൃദത്തിന്റെ രീതിയിൽ നമ്മൾ സംസാരിച്ച് കടന്നു പോയാൽ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കളിയാക്കലുകളിൽ നിന്നെല്ലാം മറികടന്ന് നിങ്ങൾക്ക് അവരെയും കൂടി ചേർത്ത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ ചേട്ടൻ മുന്നോട്ട് പഠന കാലഘട്ടത്തിലൂടെ കടന്ന് നിൽക്കുന്നതിനിടയിൽ ഒരുപാട് സൗഹൃദങ്ങൾ, ഇന്നും ആ ചെറിയ പ്രായത്തിലുള്ള സൗഹൃദങ്ങളെല്ലാം ഇന്നും ചേട്ടന്റെ കൂടെ ഉണ്ട്. നല്ല കൂട്ടുകാരായിട്ട് അവർ ഓരോരുത്തരും കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ ഈ അധ്യാപകര്, ഇന്ന് ഞാൻ ഏതൊരു ക്ലാസ് എടുത്താലും പറയുന്നൊരു കാര്യം, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം, അത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വളരെ വലിയ ആഴത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത നാളില്
സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, വടി തിരിച്ച് അധ്യാപകർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ ലോകം എത്തി നിൽക്കുകയാണ്. അപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ അധ്യാപകരെ അനുസരിച്ച് പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ചുറ്റുപാടുകളിൽ നിന്നുള്ള അറിവുകൾ, അച്ഛൻ പറയുന്ന കാര്യങ്ങളാണേലും അമ്മ പറയുന്ന കാര്യങ്ങളാണേലും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അധ്യാപകർ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നടന്നു പോകണം. അതായത് ഇപ്പൊ ചേട്ടനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ ഒരുപാട് അധ്യാപകര് അടിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? ഞങ്ങള് നല്ല രീതിയിൽ വളർന്ന് നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഞങ്ങളുടെ കൈ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലിന്റെ തൊട തല്ലി പൊട്ടിക്കാനോ ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ അധ്യാപകര് ഞങ്ങളെ അടിച്ചിരുന്നത്. ഞങ്ങള് നല്ല രീതിയിൽ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ആ വടി ഇന്ന് നിങ്ങളുടെ അധ്യാപകരുടെ കയ്യിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് വരാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.